ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കും അല്ലേ? അൽഹംദുലില്ലാ, എനിക്കും മക്കൾക്കും ഇവിടെ സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ കുട്ടികൾ സ്കൂളൊന്നും ഇല്ലാതിരിക്കുന്നൊക്കെ ഒരു സമയമാണിത്. ഇപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയുടെ ഇന്നത്തെ വീഡിയോ അല്ല കേട്ടോ, മിഞ്ഞാന്നത്തെ വീഡിയോ ആണ്. മിഞ്ഞാന്ന് എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച ദിവസത്തെ ഒരു വീഡിയോ ആണ്, കുട്ടികൾക്ക് സ്കൂളില്ലാത്ത. അപ്പോൾ വൈകുന്നേരം ഒരു 4 മണി 5 മണിയൊക്കെ ആയപ്പോൾ ഇങ്ങനെ കുട്ടികൾ പറയും കേട്ടോ, എന്തെങ്കിലും തിന്നാനുണ്ടാക്കിക്കൊണ്ടാന്ന്. ഇപ്പം അങ്ങനത്തെ ഒരു സമയമാണല്ലോ, എന്തെങ്കിലുമൊക്കെ വൈകുന്നേരം ആകുമ്പോൾ തിന്നണം എന്നിങ്ങനെ വിചാരിക്കുന്ന ഒരു സമയമാണല്ലോ. കഴിഞ്ഞപ്പോൾ നമ്മൾ എത്ര ബേക്കറി കൊടുത്താലും നമ്മൾ പെരക്കുന്നുണ്ടാക്കി തിന്നുന്ന ആ ഒരു രസം കിട്ടൂല അല്ലേ. അപ്പം ഞാൻ എന്താക്കി അറിയോ, കുറച്ച് ഗോതമ്പ് പൊടിയിൽ, ഞാൻ സത്യം പറയാം ഗോതമ്പ് പൊടി ഇതുവരെ കട ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അരിപ്പൊടി തീർന്നിനേനു കേട്ടോ, പത്തിരിപ്പൊടി ഒന്നും ഉണ്ടായിട്ടില്ല, തീർന്നിനേനു. ഇനിയിപ്പോൾ നമുക്ക് മഴയൊക്കെ പോയി കഴിഞ്ഞാലല്ലേ നമുക്കത് ഉണക്കി പൊടിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന വാഴൻ്റെ ഇലയിലല്ല, മഞ്ഞളുടെ ഇലയിലാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ആരെങ്കിലും ഞങ്ങളിവിടെ എല്ലാവരും ഉണ്ടാക്കലുണ്ട് കേട്ടോ മഞ്ഞളുടെ ഇലയിലൊക്കെ. അപ്പോൾ ആരെങ്കിലും മഞ്ഞളുടെ ഇലയിൽ നിങ്ങൾ പിന്നെ അട ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ. പക്ഷെ ഗോതമ്പ് പൊടിയിലാകുമ്പോൾ ഒന്നും കൂടി ഹെൽത്തിയാണ്, എണ്ണയും നമ്മൾ ചേർക്കുന്നില്ലല്ലോ. ഇതിലിപ്പോൾ എന്താ പറയുക, ഞാൻ ശർക്കരയിലിട്ടിട്ട് ശർക്കര നോക്കുമ്പോൾ ഒരു കഷ്ണം ഒരാണി അതേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ അതിൽ കൂടി 2 സ്പൂണും പിന്നെ പഞ്ചസാരയും കൂടി കൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം പരത്തിയിട്ട് ഇതിൻ്റെ ഒരു സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ്. പക്ഷേ മഞ്ഞളുടെ ഇലൻ്റെ ചുവ ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവും കേട്ടോ, ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. പിന്നെ ഈ സിപ്പെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മഞ്ഞളിനൊക്കെ നല്ല തേപ്പെല്ലാം വന്ന് ഇല കിട്ടുന്നൊരു സമയമാണല്ലോ. വാഴൻ്റെ ഇല പറഞ്ഞാൽ നമുക്ക് എപ്പോഴായാലും കിട്ടും. മഞ്ഞളുടെ ഇല പറഞ്ഞാൽ അങ്ങനെ വേനൽക്കാലത്തൊന്നും നമുക്ക് കിട്ടുള്ളൂ, ഇങ്ങനെ മയത്തില നല്ല തിരിൽ വന്ന സമയത്തല്ലേ കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ മഞ്ഞളുടെ ഇല എൻ്റെ പുസ്റ്റിനെയും കട്ട സപ്പോർട്ടുണ്ട് കേട്ടോ. ഓളെന്താക്കുന്നുണ്ട്, പരത്തി തരുന്നുണ്ട്, പഞ്ചാര ഇതെല്ലാം ഇട്ട് തരുന്നുണ്ട്. അങ്ങനെ ഓള് കട്ട സപ്പോർട്ടിന് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാനിത് അതെല്ലാം അടയെല്ലാം പിന്നെ നല്ല പരത്തി കൊടുത്ത്, പിന്നെ ഞാൻ പരത്താന്ന് അങ്ങനെ ഓൾ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ ചെയ്തൊരു കടിയാണിത്. അപ്പം നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ എന്താണ്? എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ലൈക്ക് അടിക്കാൻ നിങ്ങൾ മറക്കല്. നിങ്ങൾ ലൈക്ക് അടിക്കുന്ന വീഡിയോക്കാണ് കൂടുതൽ വാല്യൂ ഉണ്ടാകുക. നിങ്ങൾ ലൈക്ക് അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോക്ക് വലിയ എന്താണ്, ഇന്നൊരാളിലേക്ക് വീഡിയോ യൂട്യൂബ് തന്നെ ഷെയർ ചെയ്യൂല കേട്ടോ. നമ്മൾ ലൈക്കിലാണ് നമുക്ക് ഇതുണ്ടാവുക. അങ്ങനത്തെ അതെല്ലാം പരത്തി കഴിഞ്ഞ് പിന്നെ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല ഇതിങ്ങനെ അടുപ്പത്ത് നിന്ന് ഇങ്ങനെ വേകുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് വരിക. അപ്പം നിങ്ങൾ ആരെങ്കിലും മഞ്ഞളുടെ ഇലയിൽ, എൻ്റെ വീഡിയോ കാണുന്നവരാരെങ്കിലും മഞ്ഞളുടെ ഇലയിൽ നിങ്ങൾ പിന്നെ അട ചുടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ചുടലുണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയാനല്ല, ഞങ്ങളിവിടെ കുടകിൽ മാത്രമാണോ ചുടൽ, ആക്കെ ബാക്കിയുള്ള സ്ഥലത്തും ചുടലുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ നിങ്ങൾ ചുടലുണ്ടോ എന്നുള്ളത്. വാഴൻ്റെ ഇലയിലൊക്കെ ചുടൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.